നമ്മൾ കോഴിക്കോട് കോർപ്പറേഷനിൽ കൂടി പോവുകയാണ്. അവിടെ നിന്നുള്ള പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ സൈറൻ അത് സൈറനായിട്ടല്ല, അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിലാണ് മോക്ഡ്രിൽ തുടങ്ങിയത് എങ്കിൽ 4:28 തന്നെ കൃത്യം അപായമില്ല എന്നുള്ള സൈറൻ കോഴിക്കോട് കോർപ്പറേഷനിൽ മുഴങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടെയും കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പോയിട്ടുണ്ട്. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ പറയൂ. പൂജ, അതായത് ഈ 4 മണിക്ക് 3 തവണ സൈറൻ മുഴങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷനിൽ കൂടി നിന്ന ആളുകൾക്ക് ആ സൈറൻ കേൾക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. പക്ഷെ നമ്മൾ ഈ അധികൃതരോട് ചോദിച്ച സമയത്ത് സൈറൻ മുഴങ്ങി, ചില കൗൺസിലർമാർ മാത്രം കേട്ടു എന്ന് പ്രതികരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മേയറോടും ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ സൈറൻ മറ്റാരും കേട്ടില്ലല്ലോ എന്നുള്ളത്. മേയറും ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അനൗൺസ്മെൻറ്റോടു കൂടിയാണ് ഈ മോക്ക് ഡ്രില്ല് തുടങ്ങിയതും. മോക്ക് ഡ്രില്ല് തുടങ്ങി മറ്റ് ഈ അപായം സംഭവിച്ചാൽ ആളുകളെ കൊണ്ടുപോകാൻ വിധത്തിലുള്ള ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങൾ ഒന്നും തന്നെയല്ല ഉണ്ടായിരുന്നത്. ഈ ജീവനക്കാരൊക്കെ അവരുടെ ഓഫീസുകളിൽ നിന്ന് പുറത്തേക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പുറത്തേക്ക് വന്ന് കോർപ്പറേഷൻ 1-ാം നിലയിലുള്ള ഈ പൊതു സ്ഥലത്തും അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സ്ഥലത്തും കൂടി നിൽക്കുക എന്ന ക്രമീകരണമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സ്, പോലീസ്, ഈ വളണ്ടിയർമാർ ഒക്കെ തന്നെ സ്ഥലത്തേക്ക് വരികയും ചെയ്തിരുന്നു. എന്തായാലും സൈറൺ 4 മണിക്ക് മുഴങ്ങിയില്ലെങ്കിലും 4:28 അപായമില്ല എന്ന് കാണിച്ചുള്ള സൈറൺ കൃത്യമായി മുഴങ്ങി എന്നുള്ളതാണ്. അങ്ങനെ മോക്ക് ഡ്രിൽ ഇവിടെയും പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിൽ 8 ഇടങ്ങളിലാണ് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായ മോക്ക് ഡ്രില്ല് നടന്നത്. ബാക്കി സ്ഥലങ്ങളിൽ സൈറൺ കൃത്യമായി മുഴങ്ങുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. സൈറൺ മുഴങ്ങാത്തതാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ ആശയക്കുഴപ്പമായി നിന്നത്. മോക്ക് ഡ്രില്ല് അവസാനിച്ച് ജീവനക്കാരെല്ലാവരും തന്നെ ഈ ഭാഗമായ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് പിരിയുകയും ചെയ്തിട്ടുണ്ട്. മോക്ക് ഡ്രിൽ അവസാനിച്ചു.